വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ ഞാൻ കിടക്കാൻ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ രാവിലത്തെ സ്ഥിരം കലാപരിപാടികളായിട്ടുള്ള അടിക്കലും തുടക്കലൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് അടുക്കളയിൽ കയറുമ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ചായക്ക് ബ്രെഡ് പൊരിക്കുകയാണ്. എന്നും ഇഡ്ഡലി, നൂൽപുട്ട്, ദോശ ഇതൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബ്രെഡ് പൊരിച്ചതായിട്ട് ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണേനും അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും ബ്രെഡ് പൊരിച്ചതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ലൈറ്റായിട്ട് ചായക്കടി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ കഞ്ഞി കുറച്ച് നേരത്തെ കൊടുക്കും. കാരണം മരുന്നൊക്കെ കുടിക്കണതല്ലേ. ഇതെന്തിനാണ് എൻ്റെ മുഖത്ത് ഇത്ര ഗൗരവം? ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഞാൻ ശ്രദ്ധിക്കണത്. ശരിക്കും കടുന്നൽ കുത്തിയതുപോലെ ഉണ്ട്. ചില ടൈമിൽ ഞാൻ ബ്രെഡ് പൊരിക്കുമ്പോൾ മുട്ടയും ഗോതമ്പ് മാവും കൂടെ കൂട്ടിയിട്ടാണ് പൊരിക്കൽ കേട്ടോ. ഇന്നിപ്പോൾ മുട്ടേൻ്റെ പകരം പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലെടുത്തപ്പോഴാണെങ്കിൽ ഒന്നും കൂടെ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇന്നിപ്പോൾ ഇവിടെ മഴക്കോളൊന്നും കാണില്ല കേട്ടോ. ഇന്നലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ കറുത്ത് ഇരുണ്ട് മൂടി കെട്ടിയത് നിന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു തെളിച്ചൊക്കെ കാണാനുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അലക്കാനുള്ളത് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയത്തെ പണിയൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേന് അതും അവിടെ കഴിഞ്ഞോളും. അപ്പോൾ വേഗം തന്നെ ആറിയിടാലോ. ബ്രെഡ് ഇതാ ഒരു ട്രിപ്പ് റെഡിയായി. ഞാൻ അടുത്ത ട്രിപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ആദ്യക്കുട്ടൻ നീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഓന് പല്ലൊക്കെ തേപ്പിച്ച് ഓന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓൻ അവിടെ ഇരുന്ന് വികൃതി കാട്ടുന്നുണ്ട്. ഓനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ പണി ചെയ്യുന്നത്. വിഷുണ്ടോ? നല്ല വിഷുണ്ടോ? ഒക്കെ ചിന്നോളിട്ടോ. ആദ്യക്കുട്ടിന് ചായ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മീൻകാക്ക വന്നിട്ടുണ്ട് കേട്ടോ. വേഗം വന്നിട്ടില്ലെങ്കിൽ മൂപ്പേര് ഒറ്റ പോക്കാവും. ഞാൻ അയിലയാണ് കേട്ടോ വാങ്ങിയത്. അയില വാങ്ങിയത് ഇതാ വെള്ളമൊക്കെ പറഞ്ഞ് അവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ മാളൂട്ടി സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് മീനിൻ്റെ പണിയുമ്മയ്ക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെള്ളമൊക്കെ പറഞ്ഞ് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട്. ഇപ്പോൾ ബ്രെഡ് പൊരിച്ചതും ചായ ഉണ്ടാക്കിയതും ഒക്കെ ആയിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേണം മാളൂട്ടീനെ പോയി വിളിക്കാൻ. മാളൂട്ടിക്ക് സ്കൂളുള്ള ദിവസം മാളൂട്ടി കുറേ നേരം കിടന്നുറങ്ങും. സ്കൂളില്ലാന്നുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് വരും കേട്ടോ. ഇപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. പക്ഷെ മാളൂട്ടി ഇപ്പോഴും നീച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഓളെ പോയി കുത്തിപ്പൊക്കി നീച്ച് കൊണ്ടുവരണം. ചോറിനുള്ള വെള്ളം വെച്ച് ഇനി ബാക്കി പണിയൊക്കെ മാളൂട്ടി പോയിട്ട് എടുക്കാം കേട്ടോ. ചീര ഉപ്പേരി ഉണ്ടാക്കാനും മീൻ നന്നാക്കാനും കറി ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഇനി മാളൂട്ടി പോയിട്ട് ശേഷം നോക്കാം. അപ്പം ഞാൻ പോയിട്ട് മാളൂട്ടീനെ വിളിക്കട്ടെ. അവളെ യൂണിഫോം അയൺ ചെയ്യാണ്ട് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഒരു വിധാണ് കേട്ടോ മടിച്ചീനെ കുത്തിപ്പൊക്കി ഇത് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്. ഇനിയിപ്പോൾ പല്ല് തേക്കാനൊന്നും ഒക്കെ മൂടില്ല. അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ പല്ല് തേക്കും. ഞാൻ തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇന്നൊരു പൂതിക്ക് ഞാൻ തേച്ച് കൊടുക്കുകയാണ്. ഉറക്കഭ്രാന്ത് മാറിയിട്ടില്ല കേട്ടോ. അതാണ് കാരണം. ഉറക്കം തെളിഞ്ഞിട്ടില്ല. എന്താ ചായ കുടിക്കുമ്പോഴൊക്കെ കണ്ടില്ലേ ഉറക്കം തൂങ്ങി ചായ കുടിക്കുകയാണ്. മാളൂട്ടിക്ക് ഇന്ന് മുതലാണ് കേട്ടോ യൂണിഫോം ഇടുന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ കളർ ചെയ്യുന്നു ഇട്ടിരുന്നത്. ഇതിപ്പോൾ പുതിയ യൂണിഫോമൊന്നുമല്ല. കഴിഞ്ഞ LKG ഇട്ട യൂണിഫോം തന്നെയാണ് UKGക്ക്. ഇനിയിപ്പോൾ അതിനായിട്ട് പുതിയതൊന്നും വാങ്ങണ്ട എന്ന് പറഞ്ഞിരുന്നു മിസ്സ്. അപ്പോൾ ആ യൂണിഫോം തന്നെ നല്ലോണം ഒന്ന് അയൺ ചെയ്ത് എടുക്കാമെന്ന് കരുതി. ഞാൻ പേടിച്ചാണ് കേട്ടോ അയൺ ചെയ്യണത്. ആദ്യക്കൂട്ട തൊട്ട് ബാക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഓൻ്റെ വികൃതി കൊണ്ട് ഓൻ അത്ര വിശ്വാസമല്ല. അതുകൊണ്ട് ഞാൻ അവിടെ കയ്യിൽ നിന്ന് വെക്കണേ ഇല്ല. ഒരു കയ്യിൽ മാറ്റി പിടിച്ച് അങ്ങനെയൊക്കെയാണ് പിടിക്കണത്. അഥവാ ഓൻ്റെ കയ്യെങ്ങാനായ്മ തട്ടിപ്പോയാൽ കഴിഞ്ഞില്ലേ. കുളിയൊക്കെ കഴിഞ്ഞതാ സുന്ദരി മേക്കപ്പിലാണ് കേട്ടോ. ഓരോ ക്ലിപ്പ് മാറ്റിയൊക്കെ കുത്തി നോക്കുകയാണ്.
10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി നിന്നു കേട്ടോ. ഒരു 10:10 ആയപ്പോഴത്തേനാണല്ലോ വണ്ടി വരിക. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, വണ്ടിയിൽ ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. ഒരാൾ ബാക്കിൽ ഒരാൾ മുന്നിൽ അങ്ങനെയൊക്കെയാണ് കയറുന്നത്. ഇപ്പോൾ ഇത് അധികം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ചിലപ്പോൾ മാറ്റേണ്ടി വരും. മാളൂട്ടീനെ പറഞ്ഞയച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഇനി ശരിക്കുള്ള പണി തുടങ്ങുന്നത്. ഇതാ ഇതൊക്കെ ചീരയൊക്കെ ഒന്ന് നോക്കി തരം തിരിച്ച് അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാനും ഒക്കെ ഉണ്ട്. ഇതിന് പിന്നെ അധികം കേടൊന്നുമില്ല കേട്ടോ, കാരണം ഇത് ഫ്രഷ് ചീരയാണ്, പാടത്തുനിന്ന് പറിച്ചു കൊണ്ടുവന്ന, അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല. ചീരപ്പേരിയായിട്ട് ഞാൻ ആദ്യക്കുട്ടന് ചോറെടുത്ത് കൊടുത്തതാട്ടോ. ഓന് കുറച്ചൊക്കെ തിന്നു, പിന്നെ അവിടെ കുഴച്ചിട്ട് പോയി. ആരതേ സുന്ദരി കുട്ടിയോ, സുന്ദരിയാണോ? ഇത് ഏട്ടൻ്റെ കസിൻ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ, തനു. ആദ്യക്കുട്ടനെയാണ് കണ്ണെടുക്കാതെ നോക്കുന്നത്. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കാര്യമാണ്. ആദ്യനൊക്കെ പേടിയാണ് കേട്ടോ ഓളെ കാട്ടുമെന്ന്. ഉച്ചയ്ക്ക് ശേഷം ഇതാ തനുമോളെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ വരെ വന്നതാണ് കേട്ടോ. മോൾക്ക് ചെറിയ കഫക്കെട്ടുണ്ടായിരുന്നു. തനുമോളെ അമ്മയും ഞാനും കൂടിയാണ് കേട്ടോ പോയത്. അത്യാവശ്യം ഒന്ന് പോസ്റ്റായിരുന്നു ഹോസ്പിറ്റലിൽ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ മുറ്റടിച്ചു വരാൻ വേണ്ടി നിന്നതാ കേട്ടോ. മഴ പെയ്തിട്ടേ മുറ്റടിച്ചു വരിയാലൊന്നും കിട്ടൂല. ആ കാണുന്ന പ്ലാവിൻ്റെ ശത്രുവാണ് കേട്ടോ. മേലഴുകലൊക്കെ കഴിഞ്ഞത് ആ മാളൂട്ടീനെ പഠിപ്പിക്കാതിരുത്തിന് കേട്ടോ. ഒക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ടാവും പഠിക്കാനും എഴുതാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട്. മാളൂട്ടിക്കും ആദിക്കുട്ടനും ഇതാ ചോറ് കൊടുക്കാൻ വേണ്ടി ഇരുന്നതാ കേട്ടോ. ആദിക്കുട്ടൻ എന്തിനോ ചീത്ത പറഞ്ഞിട്ട് JCB ഇട്ട് തരുമോ അമ്മ ചോദിച്ചു ഫോണിൽ. ഇട്ട് തരില്ല പറഞ്ഞതിനാണോ ഓനാ കരയണത്. കഥയൊക്കെ പറഞ്ഞ ഒരു വിധം ചോറൊക്കെ കൊടുത്ത് രണ്ടാക്കും. ആദിക്കുട്ടൻ കുഴപ്പമില്ലാതെ കഴിക്കും, പക്ഷെ മാളൂട്ടിക്കാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ്. മാളു ആദ്യം കുറേ തെറ്റൊക്കെ ഇരുന്ന് പിന്നെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതണു. ആദ്യക്കുട്ടൻ ഉറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.